ഇതളേ നീ സ്നേഹത്തിൽ അത്രയും ലവബിൾ ആണ്. ലവബിൾ, വെരി സ്വീറ്റ്. ഇത് കുറച്ച് ഓവർ അല്ലേ മച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അത് അങ്ങനെ പറയുന്നവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഓവർ ആണ്. അവർക്ക് കഴിവില്ല, ഞാൻ കൊണ്ടു. ഓ, നമ്മുടെ ലൈഫ് ആണല്ലേ. എന്നെയും എന്റെ മക്കളെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച എന്റെ വേദിയിൽ വെച്ച് ഞാൻ ഒരുപാട് ശരിക്കും ഞാൻ പ്രാങ്കാന്ന് വിചാരിച്ചത്. ആദ്യം എന്നെ വിളിച്ച സമയത്ത് ഇങ്ങനെ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കാൻ പോയില്ല. എന്റെ മനസ്സിൽ പിന്നെ അവിടെ ഇപ്പൊ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, അടുത്ത് പിന്നെ പറഞ്ഞപ്പോഴാണെന്ന് വിശ്വസിച്ചു. ഓക്കെ, ശരിക്കും എന്നെ എല്ലാ തവണത്തെയും പോലെ എനിക്കൊരു പ്രാങ്ക് അല്ല, ശരിക്കും ഉള്ളൊരു സംഭവമാണ്. അതൊരു മലയാളം റാപ്പർ ആകാനാണ് ആഗ്രഹം. ഒരു മലയാള തനിമയുള്ള ഒരു പേര് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കുറുമാരി. കാത്തിരുന്ന് കിട്ടിയ അവാർഡാണ്. ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് ഇനിയും അവാർഡ്സ് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തുറന്നു പറഞ്ഞോളൂ. ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. എനിക്ക് ഒരു പ്രശ്നമില്ല മോനെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ചേട്ടനാണ് അടുത്ത അവാർഡ് പറയാൻ പോകുന്നത്. കാറ്റഗറി ആയിട്ട് ബെസ്റ്റ് ഡിജിറ്റൽ ഐക്കൺ ആണ്. ബെസ്റ്റ് ഡിജിറ്റൽ ഐക്കൺ ടെലിവിഷൻ ഗോസ് ടു ഇനിഷ്യൽസ് പറയാം, AC. ACO. ആലിസ് ക്രിസ്റ്റി. ആലിസ് ക്രിസ്റ്റി. നല്ലൊരു കൈ കൊടുത്തോണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സൈച്ചേട്ട കയ്യിൽ നിന്നാണ് ആലിസ് ഇവിടെ ഇതാ നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഏറ്റുവാങ്ങുന്നത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ബൈറ്റ് ഹോംസ് ഫോർ ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025. യെസ് ആലിസ്, പക്ഷെ നിങ്ങൾ രണ്ടുപേരൂടെ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം പറയണം കേട്ടോ. നിങ്ങൾ തമ്മിൽ കാണാനായിട്ട് എന്തോ ഒരു റിസംബ്ലൻസ് ഉണ്ട്. എനിക്ക് മാത്രമാണോ തോന്നിയ ഒരു ബ്രദർ സിസ്റ്റർ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഹൈറ്റിന്റെ ആണോ ഒരു ചേട്ടൻ പെങ്ങൾ ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടാ, സീരിയസ്ലി. അല്ല പക്ഷെ ലുക്കിംഗ് സോ ഗുഡ്. അല്ല, ഐ ആം ഹാപ്പി ദാറ്റ് യു സെഡ് ദിസ് ബിക്കോസ് ഇൻഡയറക്ട്ലി അതൊരു കോംപ്ലിമെന്റ് ആണ്. ഇൻഡയറക്ട്ലി നോ ഡയറക്ട്ലി. അല്ല ഓക്കെ, ഇൻഡയറക്ട്ലി ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാനും ഒരു എന്താണ് സൗന്ദര്യം എനിക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ അങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. ഇണ്ടേട്ടാ സത്യം. കാരണം മമതയായിട്ടൊക്കെ ആദ്യത്തെ സിനിമ കണ്ടോട്ടോ നമ്മുടെയൊക്കെ ക്രഷ് ആണ്. കാരണം നമുക്കൊരു മാൻലിനെസ് ഉള്ള നായകന്മാരെ ഇഷ്ടമല്ലേ അല്ലെ? ആലിസേ, സൈഷേണ്ട സൗന്ദര്യത്തെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഉറപ്പായിട്ടും. അല്ല, എന്താണ് സംശയം? ഞാൻ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ തവണ എയർപോർട്ടിൽ വെച്ച് ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കണ്ടപ്പോൾ ശരിക്കും വന്ന് സംസാരിക്കണം, ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെന്നറിയില്ല, ആ സമയത്ത് ഞാൻ കുറച്ച് നെർവസ് ആയിട്ട് ഞാൻ മാറി നിന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ ചേട്ടൻ്റെ കൈകൊണ്ട് മേടിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അല്ലേ, നമുക്ക് ഈ മുണ്ടൊക്കെ കൊടുത്ത് സൈച്ചേട്ടൻ ഇന്ന് വന്നപ്പോൾ ഒരു കേരള തനിമയുള്ള ഒരു പുരുഷൻ, ഒരു പുരുഷത്തുള്ള ഒരു പുരുഷൻ, അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നില്ലേ മുണ്ടൊക്കെ കൊടുത്ത്? അത് ഷർട്ട് മുണ്ട് മാത്രമല്ല, ഏത് കോസ്റ്റ്യൂം ഇട്ടാലും സുന്ദരനാണ്. ഏത് കോസ്റ്റ്യൂം ഇട്ടാലും സുന്ദരനാണ്. എന്നാ ഹൗ ഹാപ്പി ആർ യു റൈറ്റ് നൗ? ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് തന്നെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുമ്പം എന്ത് പറയണം എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചു. പക്ഷെ ആദ്യമായിട്ട് തന്നെ എൻ്റെ പേര് വിളിച്ചപ്പോഴേക്കും എനിക്ക് ടെൻഷനായി. എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. അതുപോലെ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ഏറ്റവും കൂടുതൽ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് സൈച്ചേട്ടാ ഞങ്ങൾ വിളിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന ഒരാളാണ് ആലിസ്. സ്ഥിരം എനിക്ക് കിട്ടാറുണ്ട്. എന്തായിരിക്കും കാരണം? എന്താണെന്നറിയില്ല. ഇവിടുന്ന് ആയാലും മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു കോൾ വരുമ്പോഴേ എനിക്കറിയാം എന്തോ പണിയുണ്ടല്ലോ, ഇത്തവണ എനിക്ക് എന്തെങ്കിലും പ്രാങ്കായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന് എനിക്കറിയായിരിക്കും. ഇത് പ്രാങ്ക് ആണെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ ഈ അവാർഡ് തരാൻ? ശരിക്കും ഞാൻ പ്രാങ്കാന്ന് വിചാരിച്ചത്. ആദ്യം എന്നെ വിളിച്ച സമയത്ത് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിക്കാൻ പോയില്ല. എന്റെ മനസ്സിൽ പിന്നെ അവിടെ ഇപ്പൊ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, അടുത്ത ഏതോടെ ഇന്റർവ്യൂവിൽ വരാനുള്ള കണ്ടന്റാ. എന്നിട്ട് ഞാൻ ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ഒഫീഷ്യലായിട്ടൊരു മെയിൽ അയക്കാവോ എന്ന് ചോദിച്ചു. എന്നിട്ടും ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് ശരിക്കും ഷൂട്ടിൻ്റെ ആവശ്യമായിട്ട് നാളെ ഒരു സ്ഥലം വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ പ്രാങ്ക് ആണെന്ന് കരുതിയിട്ട് ഞാൻ പോകാനുള്ള ടിക്കറ്റ് വരെ ഞാൻ ബുക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് ഞാൻ പിന്നെ പറഞ്ഞപ്പോഴാണെന്ന് വിശ്വസിച്ചു. ഓക്കെ, ശരിക്കും എന്നെ എല്ലാ തവണത്തെയും പോലെ എനിക്കൊരു പ്രാങ്ക് അല്ല, ശരിക്കും ഉള്ളൊരു സംഭവമാണെന്നുള്ളത്. എന്തായാലും സൂപ്പർ ഹാപ്പി. ഇങ്ങനെ എന്നെ
മുന്നോട്ട് പൊക്കോട്ടെ. താങ്ക് യു സോ മച്ച് ആലിസ്. താങ്ക് യു. ചേട്ടാ താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആലിസിന് സീറ്റഡ് ആകാം. ക്രിയാത്മകത കൊണ്ട് നമ്മുടെ കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന അഡ്വർടൈസിംഗ് രംഗത്തെ പ്രതിഭകളെ ആദരിക്കുന്ന നിമിഷത്തിന് ഈ ഒരു വേദി സാക്ഷിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ജസാറ മീഡിയ ഗ്രൂപ്പ് എന്ന ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസിംഗ് കമ്പനിയുടെ സ്ഥാപകനെയാണ് ഇനി ഞങ്ങളുടെ സ്നേഹം അറിയിക്കാൻ പോകുന്നത്. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗും നൂതന സാങ്കേതികതയും ഇടകലർത്തിയുള്ള ക്യാപ്ഷനുകളും കൊണ്ട് നിരവധി ബിസിനസ്സുകളെ ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ജസാറ മീഡിയ ഗ്രൂപ്പ് ഇവിടെ മുഹമ്മദ് ഫർഹാനാണ് നമുക്ക് വേണ്ടി ഇവിടെ എത്തുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണാൻ ചെറിയ തുടക്കങ്ങൾ തടസ്സമല്ല എന്ന് തെളിയിച്ച കഴിവും ദൃഢനിശ്ചയവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രചോദനത്തിന്റെ യാത്രയ്ക്ക് ഉദാഹരണമായി മാറിയ ശ്രീ മുഹമ്മദ് ഫർഹാന്റെ ജീവിതം എന്നും ഒരു മാതൃക തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ, മൈൽ സ്റ്റോണിന് താങ്ക്സ് പറയുകയാണ്. പിന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തന്ന ഉമ്മച്ചിയാണ്. അപ്പോൾ ഫസ്റ്റ് ഉമ്മയുടെ അടുത്ത് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവർക്കും നന്ദി. ദാറ്റ്സ് പിന്നെ ധ്യാൻ ചേട്ടാ നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ ഇനിയും ഉയർച്ചകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സ്വന്തം വഴിവെട്ടി തെളിയിച്ച് വിജയത്തിൻ്റെ ഒരു ഹെഡ്ലിംഗിലേക്ക് ടോപ്പിലേക്ക് അതിവേഗം നടന്നെത്തിയ ഒരു പേഴ്സണാലിറ്റിനെയാണ് നമ്മളൊന്ന് അംഗീകരിക്കുന്നത്. മാഞ്ഞൂരാൻ ഹോംസ് എന്ന സ്വന്തം ബ്രാൻഡിനെ സ്വന്തം ഐഡന്റിറ്റി ആക്കി മാറ്റിയ ആൾ കൂടിയാണ്. വോയിസ് ഓഫ് സക്സസ് അവാർഡാണ് മാഞ്ഞൂരാൻ ഹോംസിന് വേണ്ടി സാമുവൽ മാഞ്ഞൂരാൻ. അദ്ദേഹത്തെ ഞങ്ങളൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ വലിയൊരു വിജയത്തിൻ്റെ പാത സ്വന്തമായിട്ട് നേടിയെടുത്ത ഒരാൾ കൂടിയാണ് സാമുവൽ. വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആദരം അറിയിക്കുന്നു. ഈ അവാർഡ് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. താങ്ക് യു സോ മച്ച് എടാ. താങ്ക്സ് എ ടൺ. താങ്ക് യു. എനിക്കറിയാം കൃത്യമായിട്ട് ഐ നോ യുവർ പേഷ്യൻസ് ലെവൽ. എൻ്റെ കയ്യിലല്ല, എല്ലാം ഡയറക്ടർ. അതുകൊണ്ട് മാത്രമാണ് എന്നോട് വിരോധം ഒന്നും തോന്നരുത്. ഫ്രണ്ട്ഷിപ്പ് കീപ്സ് ഓൺ ഗ്രോയിങ്, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണേലും ധ്യാൻ ഒരു വലിയ കൈയടി കൊടുക്കാം. അപ്പോ അടുത്ത അവാർഡ് കൊടുക്കാനായിട്ട് നീത ചേച്ചിനെ പെട്ടെന്ന് ഞങ്ങളൊന്ന് വിളിക്കാണ്. നീത പ്രോമി പ്ലീസ്. സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ നീത പ്രോമിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചേച്ചി എനിക്ക് തോന്നുന്നു ഡാൻസർ ആണല്ലേ, നല്ല രീതിയിൽ ഡാൻസ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് റിയാലിറ്റി ഷോയിലൊക്കെ ചേച്ചി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ചേട്ടനുമായിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്ന ഞങ്ങളുടെ മനസ്സിലുണ്ട്. ചെറുതായിട്ട് ചെയ്യുന്ന ആള്, ചെറുതല്ല ഇപ്പൊ ചെയ്യുന്നില്ല, മൈക്ക് മാത്രമേ തരുന്നുള്ളൂ. അപ്പോ യെസ്, അപ്പോ ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ ഡാൻസർ ആരാണെന്ന് നോക്കുന്നു. അരുണിമ JR. അരുണിമയാണ് ഞങ്ങളുടെ സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആണ് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. അരുണിമ, യെസ്, ഞങ്ങളുടെ അവാർഡ് സ്വീകരിക്കാം. അരുണിമ, എന്താണ് പറയാനുള്ളത്? നമുക്ക് പെട്ടെന്ന് ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് സന്തോഷം. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലാണ്, സെൻറ്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഞാൻ. അതിലൊരു കളിച്ച വീഡിയോ ആണ് ഭയങ്കര വൈറലാകുന്നതും ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നതും. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നീത ചേച്ചീനെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. അരുണിമയ്ക്ക് ഞങ്ങൾ ഒരു വലിയ താങ്ക്സ് പറയാണ്. ഭയങ്കര ലൈറ്റർ ഒരു അവാർഡ് നൈറ്റ് ആയിരുന്നു അല്ലേ? വളരെ ലൈറ്റ് ആയി പോയി. നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാണുന്ന സീരിയസ്നെസ് ഒന്നും ഞങ്ങൾ ചെയ്യുന്ന അതൊന്നും വേണ്ട. വേറൊരു മോഡിലാണ്. ലൈറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുമല്ലേ, അപ്പോൾ ദാറ്റ് ഈസ് ഗുഡ്. റിയലി. അപ്പം എന്താണേലും ബെസ്റ്റ് മൂവി റിവ്യൂർ ഓഫ് ദ ഇയർ ആണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത്. ആർക്കാണെന്ന് ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറയൂ. ഗസ് ചെയ്യണോ? കാരണം ഒരുപാട് മൂവി റിവ്യൂസ് ഉണ്ടെങ്കിലും ഒരു തനി ശൈലി. കുറച്ച് ആരുടെ പേര് ഏറ്റവും കൂടുതൽ പറയുന്നത് നോക്കാം. യെസ്, ഗസ്സിംഗ് കറക്റ്റ് ആണ്. RJ ഉണ്ണിയാണ് ബെസ്റ്റ് മൂവി റിവ്യൂർ ഓഫ് ദി ഇയർ അവാർഡ് ഇവിടെ കരസ്ഥമാക്കുന്നത്. RJ ഉണ്ണിയാണ്.
സന്തോഷം അറിയിക്കാം. ഭയങ്കര സന്തോഷം. കാത്തിരുന്ന് കിട്ടിയ അവാർഡാണ്. ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് ഇനിയും അവാർഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി ഒന്നും പറയുന്നില്ല. താങ്ക് യു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്. താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഡിയർ. ഇനി അടുത്തതായിട്ട് നീത ചേച്ചിയാണ് അടുത്ത അവാർഡ് കൊടുക്കുന്നത്. ആൻഡ് ദ കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഫുഡ് വ്ലോഗർ ആണ്. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഫുഡ് ഹണ്ടർ സാബു. ഫുഡ് ഹണ്ടർ സാബു എത്രയോ വർഷമായിട്ട് ഇരിക്കുന്നു ഫുഡ് വ്ലോഗിംഗ് മേഖലയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. കൃത്യമായിട്ട് നല്ലതിന് നല്ലതും ചീത്തയെന്നും പറയുന്ന ഈ പറഞ്ഞതിൽ ഞങ്ങളുടെ ഫുഡ് ഹണ്ടർ സാബു ആണ് ഞങ്ങളുടെ ഫുഡ് വ്ലോഗർ ഓഫ് ദി ഇയർ. സോ മച്ച് ഫുഡ് ഹണ്ടർ സാബു ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി അടുത്ത ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഏതാണെന്ന് നീത ചേച്ചി അനൗൺസ് ചെയ്യാൻ പോവാണ്. ബെസ്റ്റ് ഷോർട്ട് ഫിലിം ബബ്ലിംഗ. റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ആയിട്ട് നമുക്ക് മുന്നിലെത്തിയ കഴിഞ്ഞ വർഷത്തെ മില്യൺ വ്യൂസ് സെക്യൂർ ചെയ്ത ബബ്ലിംഗയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇതാ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഷോർട്ട് ഫിലിം. എല്ലാവരും കൂടെ ഒരുമിച്ച് എന്താണ് പറയാനുള്ളത്? സ്നേഹം പെട്ടെന്ന് നമുക്കൊന്ന് പങ്കുവെക്കാം. താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ബംബ്ലിംഗ് എന്ന ഷോർട്ട് ഫിലിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മില്യൺ എത്തിയിരിക്കുവാണ്. നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ, എഡിറ്ററായ നവീൻ നജോസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ടീം വന്നേക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ബംബ്ലിംഗ് കാണുക, യൂട്യൂബിലുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സ്റ്റാർ ഓഫ് ദി ഇയർ മ്യൂസിക് സെഷനിൽ ആരാണെന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോവാണ്. സ്റ്റാർ ഓഫ് ദി ഇയർ മ്യൂസിക് സെഷനില് ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഇയർ സ്റ്റാർ ഓഫ് ദി ഇയർ 2024 മ്യൂസിക് സെക്ഷനില് തിരുമാലിയാണ് ഞങ്ങളുടെ പച്ച പരിഷ്കാരി എന്ന പാട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കാം. തിരുമാലിയാണ് സ്റ്റാർ ഓഫ് ദി ഇയർ മ്യൂസിക് സെക്ഷൻ. താങ്ക് യു സോ മച്ച്. നീത ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ചേച്ചി പ്ലീസ് ഗോ ആൻഡ് എൻജോയ് ദ ഷോ. താങ്ക് യു സോ മച്ച്. യെസ് തിരുമാലി. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഈ പേര് ആരുടെ സെലക്ഷൻ ആയിരുന്നു? എന്റെ കണ്ടുപിടുത്തമാണ്. സ്റ്റേജ് നെയിമും കൂടെയാണ്. അതുപോലെ ഒരു മലയാളം റാപ്പർ ആകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ മലയാള തനിമയുള്ള ഒരു പേര് കണ്ടുപിടിച്ചിട്ടതാണ് തിരുമാലി. അമ്മയൊക്കെ എന്ത് പറഞ്ഞു ഇത് കേട്ടപ്പോ? അമ്മയൊന്നും പറഞ്ഞില്ല, അവർക്ക് അതിനെ പറ്റി വല്ല ഐഡിയ ഇല്ലായിരുന്നു. എന്തായാലും പക്ഷെ മോൻ ഹിറ്റ് ആയപ്പോ പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. സന്തോഷമാണ്. എന്നാലും നമുക്ക് വേണ്ടി ആ പച്ച പരിഷ്കാരി ഒന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട്. വെരി ഗുഡ്. പച്ച പരിഷ്കാരി, പച്ച മലയാളി, ബുർഷ മുതലാളി, മദ്യം മദിരാശി, വായെടുത്താൽ വായാടി, വാക്കെടുത്താൽ വാക്കത്തി, പോരെടുത്താൽ പോരാളി, തോക്കെടുത്തിട്ട് I'm single and ready to mingle. ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം. ഈ പെമ്പിള്ളമാരെല്ലാരും നോക്കി വെള്ളം മറക്കുന്ന മോരട്ട് സിംഗിൾ. അശിങ്കാരി മേളത്തിത്തുള്ളു അച്ചങ്ക തള്ളി പോലെ കണ്ണ്, നടരാജന് നേതിച്ച പുല്ലിത്ത് തഞ്ചാവൂര് മണിക്കക്കല്ല്. അത്രേ ഉള്ളൂ. താങ്ക് യു. തിരുമാലി അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ മലയാളികൾ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള വലിയ ലോകമറിയുന്ന ഒരു റാപ്പർ ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാനിപ്പോ ഒരു 10 വർഷത്തോളമായിട്ട് സ്വതന്ത്ര സംഗീതം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് പ്രൊഫഷണലി മ്യൂസിക് സീനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ എല്ലാവർക്കും അവാർഡ് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള മ്യൂസിക്കുകൾ സിനിമയ്ക്കൊപ്പം എത്തുന്നുണ്ട്, നമ്മുടെയൊക്കെ പാട്ടുകൾ. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ എന്തുകൊണ്ട് നോൺ ഫിലിം കാറ്റഗറിയിലുള്ള അവാർഡ്സ് വരുന്നില്ല എന്നിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അവാർഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആണ്. അതിനൊരു ബിഗ് താങ്ക്സ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലോങ് വേ ടു ഗോ. താങ്ക് യു. ഇനി അടുത്തതായിട്ട് അവാർഡ് നൽകാനായിട്ട് ഈ പറഞ്ഞ പോലെ ടെലിവിഷനിലായാലും എന്ത് ജോണർ ഓഫ് കാര്യങ്ങളാണെങ്കിലും വളരെ തന്മയത്വത്തോടു കൂടി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന
അത്രയും പ്രതിഭയുള്ള ഒരാളെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. റിയാലിറ്റി ഷോയിലാണെങ്കിലും ഡിജിറ്റലി ആണെങ്കിലും ഇനി ടെലിവിഷനിലാണെങ്കിലും ഷീ സോ വേഴ്സറ്റൈൽ. ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു മഞ്ജു പത്രോസ്. മഞ്ജു ചേച്ചിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മഞ്ജു പത്രോസ് ആണ്. മഞ്ജു ചേച്ചി, ഡിജിറ്റലി ട്രെൻഡിങ് ആയി മാറിയ കഴിഞ്ഞ വർഷത്തെ എല്ലാവരും ഒരു കുടക്കീഴിൽ, എങ്ങനെയുണ്ട് ആ കൺസെപ്റ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പലരും, ഇവിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള പലരും നേരിട്ട് പരസ്പരം കാണൽ വളരെ കുറവാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കും ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഒരുപാട് പേരെ ഞാനും ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി ഒട്ടും തന്നെ വൈകുന്നില്ല, ഞങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുകയാണ്. ആൻഡ് ദ കാറ്റഗറി ഈസ് ഫോർ ദ ഡിജിറ്റലി വൈറൽ കപ്പിൾ. ഒരാൾക്ക് തലയിൽ ധാരാളം മുടിയുണ്ട്, ഒരാൾക്ക് മുഖത്ത് ധാരാളം മുടിയുണ്ട്. ആരാണത്? ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ശ്രീധർ. ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ ഞങ്ങളുടെ ഡിജിറ്റൽ വൈറൽ കപ്പിൾ ആണ് 2024-ലെ. ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യയാണ്. നമുക്കറിയാം ഇവരുടെ ഓരോ മൂവ്മെന്റും പകർത്തിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആംഗളമാർ ഇങ്ങനെ ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഡിജിറ്റൽ വൈറൽ കപ്പിൾ ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യ, പ്ലീസ്. എല്ലാരും പറയാറുണ്ട് ഇങ്ങനെ രൂപമാണെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണെന്ന് പറയുന്ന പോലെ ഈ ഒരു രൂപത്തിനിടയിൽ ഇത്രയും മാത്രം പ്രണയം എവിടെയായിരുന്നു കേട്ടോ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഇത്രയും വർഷം. കാരണം ദിവ്യ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന പല റീലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പ്ലേറ്റിൽ പോലും നോക്കാതെ ദിവ്യ ചേച്ചിയെ നോക്കിയിരുന്ന് കഴിക്കുന്നു. പലരും കമന്റ് ചെയ്യുന്ന കണ്ടു, പൂച്ച മീൻ കഷ്ണം നോക്കിയതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത്ര മാത്രം കണ്ണെപ്പോഴും കോഴിക്കോട്ടിൽ, അതാണ് കമന്റ്. എഴുതിയ ആൾക്കാർക്ക് അറിയുന്ന പോലെ വായിച്ച ഞങ്ങൾക്കും അറിയാം. ആണ്. എന്നാലും ഇത്ര റൊമാൻസ് എങ്ങനെ സാധിക്കുന്നു കേട്ടാ? അത്രയും ലവബിൾ ആണ്. സോ ലവബിൾ, വെരി സ്വീറ്റ്. അതിൽ വലിയ ഡൗട്ട് ഒന്നുമില്ല. ഐ എം റിയലി ഓണേർഡ് ടുഡേ ബിക്കോസ് പണ്ട് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജിത്തേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ മല്ലികാമ്മ വരും, ഡബ് ചെയ്യാൻ പോവും. അത്ര ഒരു കാറ്റടിക്കുന്ന പോലെ മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ ഡബ് ചെയ്ത് പോകുന്ന മല്ലികാമ്മ. പിന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് സൈജുജി, ഞങ്ങൾ ഒരുമിച്ച് മുന്നറിയിപ്പ് വർക്ക് ചെയ്ത ഒരു ടൈം. കുറേ ആൾക്കാരെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു മൊമെന്റിലാകുമ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒത്തിരി താങ്ക് യു ആൻഡ് റിയലി ഹാപ്പി ആൻഡ് ഓണേർഡ്. കാരണം വൈറൽ ആയതാണോ ആക്കിയതാണോ ഒന്നും അറിയില്ല. ബിക്കോസ് കല്യാണം ഫിക്സ് ചെയ്തു, എല്ലാവരും വന്നു, കല്യാണം നടക്കുന്നതിനിടയിലാണ് ഇത് വൈറലായതെന്നൊക്കെ എവിടെയോ ഒരു സൂചനയെ കിട്ടിയത്. ബട്ട് നെവർ തോട്ട് ദാറ്റ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ഉള്ള ഞങ്ങൾ രണ്ടുപേരെയും എയറിൽ ഇത്ര എളുപ്പം ആൾക്കാർക്ക് നിർത്താൻ പറ്റുമെന്ന്. അത്രത്തോളം എയറിൽ നിർത്തുകയാണ് ചെയ്തത്. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വിരുന്ന് പോകാൻ പോലും സമയമില്ലാതെ ചാനൽ മൊത്തം ഇന്റർവ്യൂസ് ആയിരുന്നു. എവിടെ തുറന്നാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇന്റർവ്യൂ കവർ ചെയ്യാത്ത ഒരു ചാനലും ഉണ്ടായിട്ടില്ല. ഒന്നും ചെയ്തില്ല. ദി ഫണിയസ്റ്റ് തിങ് വാസ് ഈ ഇന്റർവ്യൂവില് ഞങ്ങൾ പറയുന്നതെല്ലാം എന്തോ ഞങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നിരുന്നു, കുറെ മോശം കമന്റ്സ് വന്നിരുന്നു. ബട്ട് ഇപ്പോ കാണുന്നത് ഒത്തിരി സ്നേഹം. എന്നാലും പലരും ഇങ്ങനെ പറയില്ല, ഇത് കുറച്ച് ഓവർ അല്ലേ മച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന, അത് അങ്ങനെ പറയുന്നവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഓവറാണ്. അവർക്ക് കഴിവില്ല, ഞാൻ കൊണ്ടു. ഓ, നമ്മുടെ ലൈഫാണല്ലേ ചേച്ചി? അത് തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മളിങ്ങനെ പ്രണയിച്ചങ്ങ് മുന്നോട്ട് പോകാൻ. എന്താണ് ഭാവി പരിപാടികൾ? എന്താണ് ക്രിസേട്ടനുമായിട്ട്? എന്താണ് സാറിന് എന്താണ് വിളിക്കുന്നത്? ക്രിസേട്ടൻ ഏട്ടൻ സ്നേഹം വരുമ്പോഴും ഏട്ടൻ മാത്രം, എപ്പോഴും ഏട്ടനാണ്. എന്നാലും ഭാവി പരിപാടികൾ, എനി ഫ്യൂച്ചർ പ്ലാൻസ്? ഈ ചാനലുകാര് മാരേജ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാനിന് ഡിവോഴ്സ് ആണ് പറയുന്നത്. അത് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തു, ഞങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞു എന്നൊക്കെ. ഞങ്ങളിപ്പോ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ നോക്കും യൂട്യൂബിൽ ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് അവർക്കേ അറിയുള്ളൂ. അതാണ്, അവര് നേരത്തെ നിശ്ചയിക്കും, അവർ കഥ അങ്ങ് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ, നീ അറിഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ശരി, നമുക്ക് അത് പോയി ചെയ്യാം. സോ ഫ്യൂച്ചർ പ്ലാൻസ്, ഇന്ന് എത്ര സ്നേഹിക്കുന്നു അതിനേക്കാളും കൂടുതൽ നാളെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. സുഖം. ദിവ്യ ചേച്ചിക്ക് സാറിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ഫാക്ടർ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാം, എന്നാലും ഭീകരമായിട്ട് ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ ഇങ്ങനെ മനസ്സിനെ കൊളുത്തി വലിച്ച ഒരു കാര്യം എന്താണ് സാറില്? ഏട്ടൻ്റെ ആ സംസാര ശൈലി, എനിക്ക് ഓപ്പണായിട്ട് എന്തും തുറന്ന് പറയാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
തരും. അത് തന്നെ എനിക്ക് എന്ത് ഓപ്പണായി പറയാം. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. സൂപ്പർ. പിന്നെ എൻ്റെ കഥകൾ മൊത്തം എനിക്ക് പറയാൻ പറ്റി. എന്തുണ്ടെങ്കിലും എനിക്കത് പറയാൻ പറ്റി. ഇപ്പൊ ഏട്ടനെ എങ്ങനെ ഒരു ഈ വേദിയിൽ വെച്ച് ഞാൻ പറയാണ്, ഇങ്ങനെ ഒരു നല്ല മനസ്സ് അത് എല്ലാവരും കാണിക്കണം എന്നില്ല. അറിയാം, എല്ലാവർക്കും അറിയാം. ഈ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ലൈഫ് ഏറ്റെടുക്കാൻ പലരും മടിക്കും. പക്ഷെ എന്നെയും എൻ്റെ മക്കളെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച എൻ്റെ ഈ വേദിയിൽ വെച്ച് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. സൂപ്പർ. അപ്പൊ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഈ പ്രണയത്തിന് ആരുടെയും കണ്ണ് പറ്റാണ്ടിരിക്കട്ടെ. എല്ലാരും ആഗ്രഹിക്കുന്ന ഇതുപോലെയാണ്. പറ്റാത്തോണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ പറയുന്നത് കേട്ടാ. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ വൈറൽ കപ്പിൾ ഓഫ് ദ ഇയർ 2024 ആയിരുന്നു. 2025 വൈറൽ ആവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം ചേട്ടാ. ഇല്ല, ഒന്നുമില്ല. വൈറൽ പ്ലാൻസ് ഒന്നുമില്ല, ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, ക്രിസ് വേണുഗോപാൽ ആൻഡ് ദിവ്യശേഷിക്കും വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ബൈ ടോംസ് ഫോർ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ്. ഇനി അടുത്തതായിട്ട് നീരജനെ ഞാനൊന്ന് മുകളിലേക്ക് ഒന്ന് വിളിക്കുകയാണ്, ഞങ്ങളുടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് അടുത്ത ലിസ്റ്റ് ഓഫ് അവാർഡ്സ് കൊടുക്കാനായിട്ട്. ബെസ്റ്റ് ട്രോളർ 2024 ബെസ്റ്റ് ട്രോളുകൾ ഉണ്ടാക്കിയാണ് സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെയാണ് ഞങ്ങൾ ഇനി വിളിക്കാൻ പോകുന്നത്. ഏറ്റവും മികച്ച ട്രോളുകൾ നമുക്ക് സമ്മാനിച്ച് വൈഷ്ണവ് ട്രോൾസ് ആണ്. വൈഷ്ണവ് ട്രോൾസ് ആണ്. ഞാൻ കാണാൻ കാത്തിരുന്ന ആ മുഖം. വൈഷ്ണവ് ട്രോൾസ് ആണ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. ഇന്നത്തെ നക്കെ എടുത്തുണ്ടാക്കണം കേട്ടോ മോനെ. ഓക്കെ, നന്നായി വരട്ടെ നീ. ഓക്കെ, അപ്പൊ എന്താണേലും എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഒക്കെ നമ്മളോട്ടൊന്ന് ഷെയർ ചെയ്യോ? ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, അതാണ് രഹസ്യം. യെസ്. ഹൗ മെനി hours a day? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആണ്. വെരി ഗുഡ്. പിന്നെ മുടിയുടെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ബാക്കിൽ കുറച്ച് എക്സ്റ്റൻഷൻ ആണോ? അതെ. ഈ ഫ്രണ്ടിലൊക്കെ എന്താ പറയാ ഇങ്ങനെ ചെയ്തേക്കാണ് സ്റ്റൈലിംഗ്. ഓക്കെ. അപ്പൊ അടുത്ത അവാർഡ് എന്ന് പറയുന്നത് വൈബ്രന്റ് ഡാൻസ് ടീം ഓഫ് ദി ഇയർ 2024 ആണ്. SD സ്ക്വാഡ് ആ ടീമാണ് ഞങ്ങളുടെ വിന്നേഴ്സായി വന്നിരിക്കുന്നത്. SD സ്ക്വാഡ് ഡാൻസ് ടീമിനെ ഞാൻ ഒന്ന് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ വൈബ്രന്റ് ഡാൻസ് ടീം ഫോർ ദി ഇയർ 2024 ആണ്. ഇന്നിവിടെ ഓൾറെഡി അവരൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഞങ്ങളുടെ വൈബ്രന്റ് ഡാൻസ് ടീമാണ്. അടുത്തൊരു അവാർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സിൽ ഒന്നാണ്. കമ്മ്യൂണിറ്റി എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർ ഐക്കൺ അവാർഡ് ഗോസ് ടു നാദിറ മെഹ്റിൻ. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു നാദിറ മെഹ്റിൻ. താങ്ക് യു സോ മച്ച് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടി ഇനിയും നടത്താൻ പറ്റട്ടെ, ഇനിയും വലിയ വലിയ ഇവൻ്റ് ആയിട്ട് നടത്താൻ പറ്റട്ടെ. അപ്പം എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച് അക്കരെ. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഇയർ ആണ്. തീപ്പൊരി പെർഫോമൻസ് കൊണ്ട് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിലൂടെ ഒരുപാട് ഇന്റർവ്യൂസിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ള ഷാരിക. ഇനി സ്റ്റാർ ഓഫ് ദി ഇയർ 2024 ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാർ ആരാണെന്ന് വേറെ ആരുമല്ല, സൂപ്പർ വാവ. വാവയായിട്ട് സംസാരിക്കാൻ പോകുന്ന ഞാനല്ല, മെഹറിനാണ്. മെഹറിനെ കൂടി ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. സോ ലെറ്റ് ദം ഹാവ് ദിയർ കോൺവെർസേഷൻ ഔട്ട്. മെഹറിനെ കൂടി ഒന്ന് വിളിക്കുന്നു വിത്ത് എ മൈക്ക്. യെസ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ഫോണിൽ ഇൻ ടച്ച് ആണോ? മെസ്സേജസ് അയക്കാറോ വല്ലതും ഉണ്ടോ? ഫ്രണ്ട്സ് ആണ്. യെസ്, മെഹർ തുറന്നു പറഞ്ഞോളൂ. ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രഷർ ഉണ്ടായോ ഇതിന്റെ പേരിൽ? ഇനി ഒരുമിച്ച് കാണരുത്, പോരുത്? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
നമുക്ക് അങ്ങനെ പ്രഷറില്ല, നിങ്ങൾക്ക് പ്രഷർ. എനിക്ക് ഒരു പ്രശ്നമില്ല മോനെ, എനിക്ക് അങ്ങനെ ആരുടെ പോലും ചേച്ചി ഇതിൽ ഇടപെടുന്ന ആളെയല്ല. നിങ്ങളൊക്കെ എൻജോയ് എന്ന് ഞാൻ പറയുന്ന ആളാണ്. സോ എൻജോയ് ഔട്ട്. ഓക്കെ, ബാക്കി എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള റെസ്പോൺസിൽ എന്താണ് സൂപ്പർ വാവയ്ക്ക് തോന്നുന്നത്? എവിടെ നിന്നാണ് ഈ പേരെങ്ങനെയാണ് കിട്ടുന്നത് ശരിക്കും സൂപ്പർ വാവ? പേര് ഞാൻ എല്ലാവരുടെ ഇടയിലും ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് വെറൈറ്റി ഒന്ന് ഓവറായാലേ ശ്രദ്ധിക്കുള്ളൂ ആ ലൈനാണ്. ഓക്കെ, ശരിക്കുള്ള പേര് സഫ്വാൻ. ഷെസ്വാൻ എന്നാണ്. ഷെസ്വാനല്ല, സഫ്വാൻ. സെഫ്വാൻ, അടിപൊളി കേട്ടോ. സൂപ്പർ വാവ ആരാ തെരഞ്ഞെടുത്തത്? ഞാൻ തന്നെ. ഇന്നാണ് തെരഞ്ഞെടുത്താ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാവ എന്ന് വീട്ടിലെല്ലാം വിളിക്കുന്ന പേരായിരുന്നോ? ആ, വീട്ടിൽ വിളിക്കണ. ഓക്കെ, മെഹറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒന്നുമില്ല. ചേട്ടാ, അവർക്കും ഒന്നുമില്ല, എനിക്കും ഒന്നുമില്ല, പിന്നെ ആർക്കാന്നൊക്കെ ഒന്നുമില്ല. മെഹർ എന്താണ് സൂപ്പർ വാവ അവാർഡ് മേടിച്ച് നിൽക്കുന്നു? സന്തോഷം. സന്തോഷം. ഞാൻ കാരണം ഇങ്ങനെ അവാർഡൊക്കെ വാങ്ങി നിൽക്കുന്നതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും ആൾക്കാരെ മുമ്പിൽ അവാർഡ് വാങ്ങാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും വലിയ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വൈബ്രന്റ് പേഴ്സണാലിറ്റി ഇൻ ദ ഇൻസ്റ്റാഗ്രാം 2024 ജാസിക്കാണ്. പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ച അവാർഡായിരുന്നു, വൈബ്രന്റ് പേഴ്സണാലിറ്റി ആണ്. വളരെ സുന്ദരിയായി കൊണ്ടുവരുന്നു ജാസി. എന്താണ് ഇതിന്റെ രഹസ്യം? എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അവാർഡ്. മൈൽ സ്റ്റോൺ എപ്പോഴും ഒരു ഫാമിലി പോലെയാണ്. ഈ അവാർഡിന് തന്നത് ഒരുപാട് സന്തോഷം. പിന്നെ ഓഫ്കോഴ്സ് നന്നായിട്ട് വെള്ളം കുടിക്കും, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും, വെജിറ്റബിൾസ് കഴിക്കും. പ്യുവർ വെജിറ്റേറിയൻ അല്ല, പക്ഷേ വെജിറ്റേറിയൻ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. ഹോട്ടൽ ഫുഡ് ഒരിക്കലും കഴിക്കാറില്ല. താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ ഇതുപോലെ സുന്ദരമായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. നീരജയ്ക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഷാൽബിനെ ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, ഞങ്ങൾ സ്പോൺസേഴ്സിന് വേണ്ടിയുള്ള അവാർഡ്സ് കൂടെ ഞങ്ങൾ പെട്ടെന്നൊന്ന് കൊടുക്കാൻ പോവാണ്. ഷാൽബിനെ ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഈവന്റ് പാർട്ട്ണർ അത്തം ഇവന്റ്സ്. ആൽഫ ഹൊറൈസിന് വേണ്ടി മാനേജർ തോമസ് ആണ്. ആൽഫ ഹൊറൈസിന് വേണ്ടി മാനേജർ ഡൊമിനിക് ആണ് എത്തിയിരിക്കുന്നത്. ആൽഫ ഹൊറൈസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവന്റ്സിനെ പറ്റി ഒന്ന് നമ്മളോട് പറഞ്ഞാൽ വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവന്റിന് ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെയും ആൽഫ ടീമിൻ്റെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. റിഫ്രഷ്മെന്റ് പാർട്ണർ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ആണ്. കാറ്ററേഴ്സ് ടീമിനെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. കേറ്ററേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഇന്നത്തെ ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് സാർ ഒന്ന് പറയാമോ? ടേസ്റ്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി വെഡ്ഡിങ് തൊട്ട് പല പല ഈവൻറ്റുകളൊക്കെ, ഇതേപോലെ കോർപ്പറേറ്റ് ഈവൻറ്റുകൾ, ഇങ്ങനെയുള്ള മെഗാ ഈവൻറ്റുകളൊക്കെ, സെലിബ്രിറ്റി ആയിട്ടുള്ള ഈവൻറ്റുകളൊക്കെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഫുഡോ എന്ത് ആവശ്യങ്ങൾ, വെഡ്ഡിങ്, കോർപ്പറേറ്റ് ഈവൻറ്റ്സ്, ഇതേപോലെയുള്ള സെലിബ്രിറ്റി ഈവൻറ്റ് എന്തുണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നല്ല രീതിക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് അമ്മ അസോസിയേഷൻ, സിനിമാക്കാരുടെ തന്നെ അമ്മ അസോസിയേഷൻ്റെ ഫുഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ഒരിക്കൽ ഞങ്ങൾ എടവേള ബാബു സാർ ഡയറക്റ്റ് ചെയ്ത ഒരു ഈവൻറ്റിൻ്റെ കൊച്ചിയിലും കോഴിക്കോടും ലാസ്റ്റ് ഞങ്ങൾ ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഫുഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു ഞങ്ങൾ. തുടർന്നും മൈൽ സ്റ്റോണിൽ ഞങ്ങളൊരു പ്രത്യേക നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടും ഇങ്ങനൊരു ഫുഡ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുകയും ഞങ്ങൾക്ക് ഒരു അവസരം തരികയും ചെയ്യുന്ന മൈൽ സ്റ്റോൺ ടീമിനും, ഞങ്ങളുടെ ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത എല്ലാവർക്കും, വന്നവർ പങ്കെടുത്ത എല്ലാ മീഡിയക്കാർക്കും, എല്ലാവർക്കും, അവാർഡ് ജേതാക്കൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡിജിറ്റൽ മീഡിയ ഇത്രയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ കഴിഞ്ഞ വർഷം തിളങ്ങിയ സ്റ്റാർസിന് ഒരു വലിയൊരു അവാർഡ് നിശ ഒരുക്കി കൊടുത്തത്. ശരിക്കും പറഞ്ഞ ഒരു ഹൈ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നു. ഒപ്പം തന്നെ വലിയൊരു സ്കെയിലിൽ ചെയ്യാനായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനും സാധിച്ചു. വൺസ് അഗെയിൻ ഇത്രയും മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ യാത്രയിൽ ഏറ്റവും വലിയ
സപ്പോർട്ടുമായിട്ട് നിലനിന്നത് നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷകർ തന്നെയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസ് ആയാലും ഞങ്ങളുടെ ബാക്കിയുള്ള ഷോസ് ആയാലും ഇപ്പം തീർച്ചയായിട്ടും ഇത്രയും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഇനിയും ആവശ്യമാണ്. നിങ്ങൾ മാക്സിമം ഞങ്ങൾ ഇതുപോലെ തന്നെ സ്നേഹിക്കുക. ഓരോ ദിവസവും നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇനിയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് we love you, and this is Milestone Makers presenting Bait Homes for Digital Superstars 2025, co-sponsored by AGD Gold and Diamonds. Thank you.